ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ഒരുപാട് പേര് ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്. പക്ഷേ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ഹാഫ് ക്ലച്ച് നമുക്ക് എങ്ങനെ എത്ര ഈസി ആയിട്ട് എടുക്കാമെന്നുള്ള ടിപ്സാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. വരും നോക്കാം. ഇപ്പോൾ വണ്ടി നമ്മളൊരു കയറ്റത്തിനാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ കയറ്റത്തിൽ നിന്നും വണ്ടി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഉറപ്പായിട്ട് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഹാഫ് ക്ലച്ച് എങ്ങനെയാണ് എടുക്കണതെന്ന് നോക്കാം. ഹാഫ് ക്ലച്ച് എടുക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ അറിയേണ്ടത്, ഒരു തേരിയിൽ വണ്ടി നിൽക്കുമ്പോൾ ബ്രേക്കിലായിരിക്കണം നമ്മൾ വെച്ചിരിക്കേണ്ടത്. വലത്തെ കാല് ബ്രേക്കിലിരിക്കുകയാണ്. ഇനി നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ മാത്രമേ വണ്ടി മുന്നോട്ട് പോവുള്ളൂ. ആക്സിലേറ്റർ കൊടുക്കണമെങ്കിൽ ബ്രേക്കിൽ നിന്ന് കാലെടുക്കേണ്ടി വരും. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ബാക്കിലോട്ട് പോകും. അവിടെയാണ് ഹാഫ് ക്ലച്ചിൻ്റെ ഉപയോഗം വരുന്നത്. ഹാഫ് ക്ലച്ച് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലച്ചിനെ പതുക്കെ വിടുക, പതിയെ വിടുക, പതിയെ വിട്ട് ഒരു പകുതിയിലെത്തുമ്പോഴത്തേക്കും വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ടാവും. ആ സമയത്ത് ആ കാല് അവിടെ തന്നെ ഇരിക്കണം. പിന്നീട് മേലോട്ടും പോകാൻ പാടില്ല, താഴോട്ടും പോകാൻ പാടില്ല. ആ സമയത്ത് ബ്രേക്കിൽ നിന്ന് പതിയെ കാലെടുക്കണം. അപ്പോഴത്തേക്കും വണ്ടി മുന്നോട്ടും പോവില്ല, പിറകോട്ടിലും പോവില്ല, അവിടെ തന്നെ നിൽക്കും. ആ സമയത്ത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുക്കുക. ആക്സിലേറ്റർ കുറേ കൊടുത്തതിന് ശേഷം മാത്രം ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും വണ്ടിയിൽ പറ്റി, ഡ്രൈവിങ്ങിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.